റിയൽ വേഴ്സസ് റിയൽ. കോൺഗ്രസിലെ റിയൽ വേഴ്സസ് റിയൽ യുദ്ധത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ചാണ്ടി ഉമ്മനെ മുൻനിർത്തിയാണ് കോൺഗ്രസിൽ പുതിയ പടയൊരുക്കം കാണുന്നത്. പഴയ എ ഗ്രൂപ്പ് ചാണ്ടി ഉമ്മന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ചാണ്ടി ഉമ്മനെ മുൻനിർത്തി പൊടിതട്ടിയെടുക്കാനുള്ള സജീവമാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. സതീശൻ വിരുദ്ധ ചേരി ആണ് ഇതിന് പിന്നിൽ എന്നതാണ് സംശയിക്കുന്നത്. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ ഇതിൽ ലഭിക്കുന്നു എന്നത് നമ്മൾ കാണണം. രമേശ് ചെന്നിത്തല അടക്കമുള്ളവരുടെ മൗന അനുവാദത്തോടു കൂടിയാണ് ഈ റിയൽ വേഴ്സസ് റിയൽ യുദ്ധം നടക്കുന്നത്. അതിൽ റിയലിനൊപ്പമാണ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് ചാണ്ടി ഉമ്മന്റെ പ്രസൻസ് വളരെ കുറവായിരുന്നു. എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ചാണ്ടി ഉമ്മൻ അവിടെ സ്കോർ ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഏതാണ്ട് 3000 വീടുകൾ കയറി ഇറങ്ങി വോട്ട് അഭ്യർത്ഥിച്ച ചാണ്ടി ഉമ്മനെ പ്രശംസിച്ച് നിരവധി പേർ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. അതിൽ മുതിർന്ന നേതാക്കളുണ്ട്, യുവ നേതാക്കളുണ്ട്. അത് ഒരു സന്ദേശമായിരുന്നു. ഇപ്പോൾ ആ സന്ദേശം കുറച്ചുകൂടി വ്യക്തമാവുകയാണ്. കോൺഗ്രസിൽ KC വേണുഗോപാലിന്റെ കൂടി മൗന അനുവാദത്തോടു കൂടി ഒരു പുതിയ ദ്വന്ദ്വം രൂപപ്പെടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് സതീശനെതിരെയാണ്, ഷാഫിക്കെതിരെയാണ്, അവരുടെ കൂട്ടുകെട്ടിനെതിരെയാണ് എന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. എന്താണ് ചാണ്ടി ഉമ്മനെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ശ്രദ്ധേയമാക്കിയ കാര്യങ്ങൾ എന്ന് നോക്കിയാൽ, ചാണ്ടി ഉമ്മൻ ഏർപ്പെടുന്ന വിഷയങ്ങൾ നമുക്കറിയാം. ഏറ്റവും ഒടുവിൽ നിമിഷപ്രിയയുടെ കേസിലും ചാണ്ടി ഉമ്മൻ ഇടപെടുന്നു. ചാണ്ടി ഉമ്മന്റെ ഇടപെടലുകൾക്ക് സ്വീകാര്യത ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ ബിന്ദു മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ആ വിഷയത്തിൽ വളരെ സജീവമായി തന്നെ ചാണ്ടി ഉമ്മൻ ഇടപെടുന്നത് കണ്ടതാണ്. എങ്ങനെയാണ് കോൺഗ്രസിൽ ഇത് ഒരു ചേരിതിരിവ് അല്ലെങ്കിൽ ഗ്രൂപ്പ് യുദ്ധമായി മാറുന്നത് എന്നത് നമുക്ക് കാണാം. എങ്ങനെയാണ് പടയൊരുക്കങ്ങൾ എന്ന് കാണാം. ആ റിപ്പോർട്ട് കണ്ടിട്ട് തിരിച്ചെത്താം. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തോടെ അനാഥമായ എ ഗ്രൂപ്പിലെ പഴയ നേതാക്കളും ഐ ഗ്രൂപ്പിലെ അസംതൃപ്തരുമാണ് KC വേണുഗോപാൽ വിഭാഗത്തിന്റെ പിന്തുണയോടെ VD ഷാഫി മാങ്കൂട്ടം ത്രയത്തിന്റെ പാർട്ടിയിലെ അപ്രമാദിത്വത്തിനെതിരെ ഗ്രൂപ്പ് വൈരം മറന്ന് ഒന്നിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ അനിഷ്ടം പരസ്യമാക്കിയ ചാണ്ടി ഉമ്മൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സന്ദർശിച്ചത് 3000-ലധികം വീടുകൾ. കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിന്റെ സമരമുഖത്തും താരമായത് ചാണ്ടി തന്നെ. പിന്നാലെ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുന്നതിന് ഗവർണറെ നേരിൽ കണ്ട് നടത്തിയ ഇടപെടൽ ഫലം കാണുക കൂടി ചെയ്തതോടെയാണ് ചാണ്ടിക്ക് കൈയടിച്ച് PJ കുര്യനും T സിദ്ദിഖും അജയ് തറയിലും ഉൾപ്പെടെയുള്ള നേതാക്കൾ പിന്തുണ പരസ്യമാക്കിയത്. PC വിഷ്ണുനാഥ്, സനീഷ് കുമാർ ജോസഫ് എന്നിവർക്കൊപ്പം T സിദ്ദിഖ്, CR മഹേഷ്, മാത്യു കുഴൽനാടൻ തുടങ്ങിയ MLA മാരും വിശാല സഖ്യത്തിൽ സജീവമായേക്കുമെന്നാണ് സൂചന. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തരായിരുന്ന KC ജോസഫ്, ബെന്നി ബെഹനാൻ, ഡീൻ കുര്യാക്കോസ് തുടങ്ങിയവരും എ ഗ്രൂപ്പിൽ വീണ്ടും സജീവമാകുകയാണ്. മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല, K സുധാകരൻ, K മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, VM സുധീരൻ തുടങ്ങിയവരുടെ പിന്തുണയും ചാണ്ടി ഉമ്മനെ മുൻനിർത്തിയുള്ള പുതിയ സഖ്യത്തിനുണ്ടെന്നാണ് സൂചന. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുണ്ടായ റീൽസ് വിവാദത്തിന് പിന്നാലെ അജയ് തറയലിന്റെ ഖാദി പരാമർശത്തിനെതിരായ ഒരു വിഭാഗത്തിന്റെ അമർഷവും PJ കുര്യൻ യൂത്ത് കോൺഗ്രസിനെതിരെ നടത്തിയ വിമർശനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ രൂക്ഷ പ്രതികരണവുമാണ് മുതിർന്ന നേതാക്കളെ ചൊടിപ്പിച്ചത്. പുതുപ്പള്ളിയിൽ നാളെ നടക്കുന്ന ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷിക സംഗമം വിശാല സഖ്യത്തിന്റെ കരുത്ത് തെളിയിക്കുന്ന വേദിയായി മാറുമെന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങളിലെ വിലയിരുത്തൽ. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. എന്താണ് ഈ സതീശൻ വിരുദ്ധ ചേരിക്ക് പിന്നിൽ? രമേശ് ചെന്നിത്തല അടക്കമുള്ളവരുടെ മൗനാനുവാദത്തോടെ പുതിയ നീക്കത്തിൽ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? സമീപകാലത്ത് ചാണ്ടി ഉമ്മൻ വലിയ രീതിയിൽ ഗ്രാഫ് ഉയർത്തുന്നത് നമ്മൾ കണ്ടതാണ്. റീൽസിൽ വരുന്ന താരങ്ങൾ പ്രധാനമായും ഷാഫി പറമ്പിലും രാഹുലുമാണ്. അപ്പോൾ അവർക്കെതിരെയാണ് ഈ നീക്കം. അതിന് പല ലക്ഷ്യങ്ങളുണ്ട്. അത് എങ്ങനെയൊക്കെ പ്രതിഫലിക്കുമെന്നത് നമുക്ക് കാണാം. ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനം എത്തുമ്പോൾ അത് ഏതൊക്കെ തരത്തിൽ പ്രകടമാകുന്നു എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. എന്തായാലും വലിയൊരു നീക്കമാണ്. മുതിർന്ന നേതാക്കളുടെ ഉൾപ്പെടെ പിന്തുണ അതിനുണ്ട്. ഖാദി വിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനോട് ചേർത്ത് വെച്ച് വേണം കാണാൻ. എന്തായാലും നമ്മൾ ഇനി അടുത്തതായി പോകുന്നത് ഒരു പ്രതികരണത്തിലേക്ക് കൂടിയാണ്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ
ജോർജ് പൊടിപ്പാറ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് കേൾക്കാം. പാർട്ടിക്കകത്ത് ഷാഫി പറമ്പിൽ, രാഹുൽ മങ്കൂട്ടത്തിൽ, ഒപ്പം വി ഡി സതീശൻ എന്ന് പറയുന്ന കരുത്തൻ, ഈ 3 പേരും ചേർന്ന ആ ത്രയത്തിനെതിരെ നടക്കുന്ന അല്ലെങ്കിൽ ആ ത്രയം കൂടുതൽ ശക്തിപ്പെടുകയും തുടരെയുള്ള തെരഞ്ഞെടുപ്പ് വിജയങ്ങളിലൂടെ പാർട്ടിയിലെ ഏറ്റവും പ്രബല ശക്തികളായി, പ്രബല വിഭാഗമായി മാറുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു അതൃപ്തി അല്ലെങ്കിൽ ഒരു അസഹിഷ്ണുതയാണ് ഇതിന്റെ അടിസ്ഥാന കാരണം. പക്ഷെ എന്തായാലും അതിനകത്തൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും കൂടുതൽ ശക്തരാകുന്നതും അവർക്ക് എല്ലാ അനുഗ്രഹാശിസുകളുമായിട്ട് വി ഡി സതീശൻ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നതും വലിയൊരു വിഭാഗത്തെ അത്ര സന്തോഷിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്കതൊരു അലോസരം സൃഷ്ടിക്കുന്നുണ്ട്. മാത്രമല്ല, വി ഡി സതീശൻ നിലമ്പൂരിലെ വിജയത്തോടുകൂടി വി ഡി സതീശൻ ഏറ്റവും കരുത്തനായി, മാധ്യമങ്ങൾ തന്നെ ആ വിജയത്തോടുകൂടി, അത് ഇത്രയും വലിയൊരു വിജയത്തോടെ വി ഡി സതീശൻ കോൺഗ്രസിലെ ചോദ്യം ചെയ്യാനാവാത്ത നേതാവായി മാറി എന്ന വസ്തുത പലപ്പോഴും പല രീതിയിൽ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പൊ രമേശ് ചെന്നിത്തല പോലെ, അതുപോലെ കെ മുരളീധരനെ പോലെ, തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെ ഒക്കെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിലും പല മോഹങ്ങളും ഉണ്ട്. ആ മോഹങ്ങള് വി ഡി സതീശൻ കൂടുതൽ ശക്തനാകും തോറും അവർക്കാർക്കും വലിയ സേ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അവർക്ക് താങ്ങാനാവുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഒരുപാട് വിമർശനങ്ങൾ കേട്ട, ഒരു പരിധിവരെ ഏറ്റവും കൂടുതൽ എന്താ പറയാ അവിടെ അസാന്നിധ്യം കൊണ്ടും രാഹുൽ മങ്കൂട്ടത്തില് ഉമ്മൻചാണ്ടിയുടെ കബറിങ്കിൽ അല്ലെങ്കിൽ കല്ലറയിൽ സന്ദർശനത്തിന് പോയപ്പോൾ മനഃപൂർവ്വം എന്ന് പലരും വിശേഷിപ്പിക്കുന്ന രീതിയിൽ മാറി നിന്ന് അടക്കം ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ചാണ്ടി ഉമ്മൻ നിലമ്പൂരെത്തിയപ്പോൾ അവിടുത്തെ പ്രചരണത്തിന്റെ കേന്ദ്രബിന്ദുവായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. തീർച്ചയായും നിലമ്പൂരിൽ ഏറ്റവും പ്രകീർത്തിക്കപ്പെട്ടത് ചാണ്ടി ഉമ്മന്റെ പ്രചരണ തന്ത്രങ്ങളാണ്. വീടുകൾ കയറിയുള്ള അക്ഷീണമായ പ്രയത്നമാണ്. അതുതന്നെയാണ് വേണ്ടത് എന്ന് KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം കിട്ടുന്നത് നമ്മൾ കാണുന്നതാണ്. VS ജോയിയെ ഇന്നലെ KPCC അധ്യക്ഷൻ പ്രകീർത്തിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതൊരു സന്ദേശമാണ്. കോൺഗ്രസിൽ ഉമ്മൻചാണ്ടി ബാക്കി വെച്ചു പോയ എ ഗ്രൂപ്പിന്റെ പുനരുദ്ധാരണമാണോ അല്ലെങ്കിൽ പുതുജീവനാണോ ചാണ്ടി ഉമ്മനെ മുൻനിർത്തി എല്ലാവരും മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ശ്രമിക്കുന്നത് എന്നത് നമ്മൾക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നമ്മൾ